നമസ്കാരമുണ്ട്. ഞാൻ നിസാറാണ്, മാമുക്കോന്റെ മകനാ. ഞാൻ മാമുക്കോന്റെ മകനാന്ന് ഇവിടെ പറയാൻ കാരണം ഇത് ഇനി എനിക്കറിയാം പല ഇതിലും കട്ട് ചെയ്തിട്ടും ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ആയിട്ട് പോകും. അപ്പൊ ഞാൻ ആരാന്ന് ഞാൻ പറയണോണ്ടെങ്കിൽ സന്തോഷമുള്ളൂ. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി സംബന്ധിച്ചൊരു കാര്യം പറയാൻ വന്നതാ. കഴിഞ്ഞ ഓഗസ്റ്റ് 21 ന്യൂസ് 18 കേരള ചാനലിൽ ഒരു വാർത്ത വന്നു. എൻ്റെ ഉപ്പനെ, മരിച്ചുപോയ എൻ്റെ ഉപ്പനെ സുധീഷിനെ, ഇടവേള ബാബുചേട്ടനെ, ഹരിഹരൻ മരിച്ചുപോയി എന്ന് പറയുന്നത് ഹരിഹരനല്ല, ഹരികുമാർ എന്നാണ്, അവർക്ക് പേര് മാറിപ്പോയതാണ്. ഉപ്പ മരിച്ചു പോയത് കൊണ്ട് ആ സിനിമ ഇതിൽ അപവാദം പറഞ്ഞ് ബന്ധപ്പെട്ട സമയം എന്ന് പറയുന്നത് എത്ര കാലം വായിക്കണമെന്ന് എനിക്കറിയില്ല. ഏതാണ്ട് ഒരു 10 വർഷം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഒരു 10 വർഷം മുന്നുള്ള ഒരു ചർച്ചയാണ് ജുബിത എന്ന് പറഞ്ഞിട്ട് ഒരു വനിത ഇതിൽ കൊണ്ടുവന്നത്. ഈ വനിത എന്ന് ഞാൻ പറഞ്ഞല്ലേ മാഡം എന്ന് വിളിക്കുക അവരെ. ഇനിയിപ്പോ അതിന്റെ മുകളിൽ പറയണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട്. 25 വർഷമായി ഞാൻ വിവാഹം കഴിച്ചിട്ട്. എന്റെ ഭാര്യ ഒന്നും എന്റെ കൂടെ ഉണ്ട്, 3 മക്കളുണ്ട്. ഞാൻ എന്റെ ഭാര്യനെ അവൾക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. 50 വർഷത്തിലേറെ 50-53 വർഷത്തോളം എന്റെ ഉമ്മ ഉപ്പയും ഒരുമിച്ച് ജീവിച്ചതാണ്. ഒരിടയിൽ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ കച്ചറ തലേ കയറുക ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എന്റെ ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് സ്ത്രീകളെ എനിക്ക് എന്റെ ഭാര്യ വീട്ടിലായാലും എന്റെ വീട്ടിലായാലും എന്റെ സുഹൃത്തുക്കളെ ഭാര്യമാരായാലും എനിക്കറിയാം. നല്ല സ്ത്രീകൾ ഒരുപാട് എനിക്കറിയാം. പിന്നെ ഈ കേരള സമൂഹം വാർത്തയിലൂടെ കണ്ട ഒരുപാട് സ്ത്രീകളെ കഥകൾ നമുക്കറിയാം. പല ആളുകളും ചീറ്റ് ചെയ്യാൻ വേണ്ടിയും പഴയ ചാര കേസ് അതൊക്കെ വേറെ കൊല്ലത്തിലെ ഞാൻ അതിലേക്ക് പോണില്ല. ഇന്ദിരാഗാന്ധിനെ കൊന്ന, രാജീവ് ഗാന്ധിനെ കൊന്ന തനു ഒരു സ്ത്രീയായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഫുലൻദേവിനെ ഒരു സ്ത്രീയായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഒരു മന്ത്രിസഭനെ മൊത്തം ആടി വച്ചിട്ട് ഒരാളും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ആ കേസിൽ. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ പല രീതിയിലും ഈ കേരളത്തിലൂടെ, ഇന്ത്യയിലൂടെ, ലോകത്തിന്റെ പല ഭാഗത്തുകൂടി കടന്നു പോയിക്കുന്നു. അങ്ങനെ ഒരു മാഡം എന്റെ ഉപ്പനെ പറ്റിയിട്ട് പറഞ്ഞ ഒരു അപവാദത്തിന്റെ പിന്നിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കണോ. ഞാൻ എന്റെ വാപ്പനെ വെള്ളം പൂശാനല്ല, ഞാൻ കണ്ട, എന്റെ കുടുംബം കണ്ട, എന്റെ വാപ്പന്റെ സുഹൃത്തുക്കളും എന്റെ അയൽവാസികളും നാട്ടുകാരും മക്കളും ഒക്കെ ആയിട്ട് കൂട്ടുകുടുംബങ്ങളും കണ്ട വാപ്പനെ പറ്റിയാണ് ഞാൻ പറയാൻ വേണ്ടി പോണത്. ആ വാപ്പനെ പറ്റി ഒരു അപവാദം പറഞ്ഞ ഒരു മാഡത്തിന്റെ കഥ പറഞ്ഞത്. അവര് ഈ ഓഗസ്റ്റ് 21 ന്യൂസ് 18 കേരള ചാനലിൽ ഒരു 12 മിനിറ്റുള്ള ഒരു ഇന്റർവ്യൂ, ഒരു ബൈറ്റ് കൊടുത്തിരുന്നു. ആ ബൈറ്റ് പ്രകാരം ഞാൻ കമ്മീഷൻ ഓഫീസിൽ ഇന്നലെ രാത്രി വൈകിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയാണ് ഈ കാണുന്ന പരാതി. കമ്മീഷൻ ഓഫീസിൽ അത് കൊടുത്തിട്ടുണ്ട്. എനിക്കോ എന്റെ കുടുംബത്തിനോ ഇത് പുറത്ത് വരുന്നതിൽ സന്തോഷമുള്ളൂ. ഇതിന്റെ എന്ത് രീതിയായാലും എനിക്കിതിൽ ഇത് വന്നാലും സന്തോഷമുള്ളൂ. ഞാൻ പറയുന്നത് വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം. ഇരക്ക് മാന്യമായ നീതി ലഭിക്കണം. അത് ആരായാലും എന്ത് കേസിലായാലും ഇര ആരായാലും അവർക്ക് മാന്യമായ നീതി ലഭിക്കണം. വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം. അത് സിനിമാ ലോകത്തായാലും രാഷ്ട്രീയത്തിലായാലും സാമുദായിക രംഗത്തായാലും സമൂഹത്തിൽ എവിടെ ആയാലും ശിക്ഷിക്കപ്പെടണം. വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടേണ്ടവൻ തന്നെ. കുറ്റാരോപിതനല്ല, കുറ്റം ചെയ്തു എന്ന് ഇന്ത്യൻ കോടതികൾ തീരുമാനിക്കുമ്പോഴതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഓഗസ്റ്റ് 21 ഈ 21 ന്യൂസ് 18 കേരളയിൽ വന്ന ആ ന്യൂസ് ഞാനിപ്പോ കമ്മീഷൻ ഓഫീസിൽ ഇത് കൊടുത്ത് ഇപ്പോ അതിന്റെ തെളിവായിട്ട് വന്ന സാധനം ഞാൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴും എന്റെ സുഹൃത്തുക്കൾ കൊണ്ട് ഡൗൺലോഡ് ചെയ്തപ്പോഴും കാണില്ല. അതിന്റെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇതാണ് അതിന്റെ രൂപം. അത് പറയണത് എന്താന്ന് വെച്ചാല് അതിൽ പറയണത് ഞാൻ വായിച്ചുതരാം. ദിസ് വീഡിയോ ഈസ് പ്രൈവറ്റ്. ആ വീഡിയോ അവര് പ്രൈവറ്റ് ആക്കി വെച്ച് ഇനി അതൊരാൾക്ക് കാണാൻ പറ്റില്ല. അതൊന്ന് മറവെച്ച് ഹൈഡ് ചെയ്ത് വെച്ച് പ്രൈവറ്റ് ആയിട്ട്. അത് എന്റെ അറിവായി ഞാൻ പറയുന്നത്, എനിക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വീഡിയോ ഞാൻ കാണിക്കുക. റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ പറയുന്നതാണ്.
ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏമമ്മയിലെ രാജിയുമായി ബന്ധപ്പെട്ട വാർത്ത, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ റിപ്പോർട്ടർ അതിവേഗം പ്രേക്ഷകരിലേക്ക് ബ്രേക്ക് ചെയ്തെത്തുമ്പോൾ ചില സിനിമാ താരങ്ങൾക്കെങ്കിലും നമ്മളോട് ഒരു സംശയമുണ്ട്. ഇവരെന്തോ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്, മൊത്തത്തിൽ ഇവർ നമ്മളെ നശിപ്പിച്ചേ പോകത്തുള്ളൂ. അങ്ങനെ കലാകാരന്മാരോട് ഒരു അനാദരവും റിപ്പോർട്ടർ ടി വിക്ക് ഇല്ല എന്നത് ആദ്യമേ തന്നെ നമ്മൾ പറയട്ടെ. പക്ഷേ കലാകാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സാമൂഹിക അംഗീകാരം നിങ്ങൾക്ക് വേട്ടക്കിറങ്ങാനുള്ള ലൈസൻസ് അല്ല എന്ന് മാത്രമേ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. എന്നാൽ അതേസമയം ചില പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഈ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ പ്രതികരണം നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു ദിവസം 10-12 കോളുകൾ നമുക്ക് പലയിടങ്ങളിൽ നിന്ന് വരും. ഞാൻ ഇന്നയാളാണ്, ഇന്നയാൾ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ TV ചാനലിൽ വന്നിരുന്ന് പറയണം. അങ്ങനെ തോന്നുന്നവർക്കെല്ലാം വന്നിരുന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അവർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണോ എന്ന് നമുക്കറിയണം. അവരുടെ ആരോപണം ക്രെഡിബിൾ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സാഹചര്യങ്ങളെക്കുറിച്ചൊരു പ്രാഥമിക അന്വേഷണം നമ്മൾ നടത്തിയതിനു ശേഷം മാത്രമാണ് നമുക്ക് ആ പ്രതികരണങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. ഡോക്ടർ അരുൺകുമാറിനോട് നന്ദിയുണ്ട്. ഡോക്ടർ അരുൺകുമാർ ഈ പറഞ്ഞ കാര്യത്തിന് ഞാൻ 100% അംഗീകരിക്കണം. ഒരു കേസ് അന്വേഷിച്ച് കണ്ട ശേഷം ഒരു പൊതുജന മധ്യത്തിൽ മര്യാദ ഉള്ള ഒരാളെ അപമാനിതനാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ന്യൂസ് 18 ഇത് പോയി കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന അരുൺകുമാറിന്റെ ഈ സംസാരം കേട്ടിട്ടായിരിക്കും അവര് ഇത് ചെയ്തതെന്നാണ്. എന്നാൽ അവര് പറഞ്ഞ സാധനം എന്റെ കയ്യിലുണ്ട്, ഞാൻ പരാതി കൊടുത്ത പ്രകാരമുള്ള അതൊന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു എന്റെ ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ സാറടുത്ത് പറഞ്ഞു, സാറേ ഇത് നടക്കൂല, അസോസിയേറ്റ് ഇങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു. ഞാനല്ല, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ മറ്റൊരാളല്ല എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ ഇത് ചിരിച്ച് കളിച്ചിട്ട് വളരെ സന്തോഷത്തിൽ കിലുക്ക സിനിമ ഒക്കെ കണ്ട പോലെ പറയാ. അവര് മറ്റൊരാളെ അവരുടെ കയ്യിലുള്ള സ്ക്രിപ്റ്റ് ഒരു സംവിധാനം കൊണ്ട് സംവിധാനം ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇവരെ ശരീരമാണെന്ന് പറഞ്ഞ ഒരു മറ്റൊരാൾ അഡ്ജസ്റ്റ് തരട്ടെ എന്ന് ഇവര് ചോദിച്ചു. അതിൽ നിന്ന് വരെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. എന്റെ നാട്ടിലൊക്കെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കൂട്ടിക്കൊടുക്കാന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ട്. ഇപ്പൊ ഇതൊന്ന് കേൾക്കുമ്പോ കണ്ണും കാതും അടിക്കണം ഇനിയുള്ള സാധനങ്ങൾ കേൾക്കുമ്പോ. ഈ സ്ത്രീ ഈ മാഡം പറയുന്നതാണ് ഞാൻ പറയുന്നത്, മറ്റൊരാളെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുക, അപ്പൊ പോരാ നിങ്ങളെ തന്നെ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സ്ത്രീ ചിരിച്ചു കളിച്ച് പറയാണ്. നിങ്ങളൊരു കാര്യം ഞാൻ ആ സ്ത്രീയോടും ആ മാഡത്തിനോടും പൊതുജനത്തിനോടും കൂടി പറയാം. ഇങ്ങനൊരു സാധനം വന്നിട്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളെ മറ്റുള്ള വലിയ വലിയ മാധ്യമങ്ങളിലുള്ള വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന മാധ്യമങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവര് പറയണില്ല, അത് ഒരു ഫേക്ക് ന്യൂസ് ആയതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോ മറ്റുള്ള ചെറിയ ഓൺലൈൻ ചാനലുകൾ ഇതിനെ ശക്തമായിട്ട് അടിച്ചേൽപ്പിച്ച് പറഞ്ഞുകൊണ്ട് പല കോലത്തിലും കളിയാക്കിക്കൊണ്ടിരിക്കുക. ഈ സാധനത്തിന് വർഗീയമായിട്ട് വരെ ചിന്തിച്ചിട്ട് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കമന്റുകൾ കേട്ടാൽ മനസ്സിലാവും. പോയമാരെന്നൊക്കെ പറയുന്നതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വർഗീയ ലെവലിൽ ഇത് പോവാ. രാഷ്ട്രീയക്കാരും ഇതിനെ കളിയാക്കി പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ പോണത്, ഇനി എന്റെ വാപ്പ എന്റെ അങ്ങാടിയിൽ ആ മീൻ മാർക്കറ്റിലും ജനം തിങ്ങി താമസിക്കുന്നിടത്ത് 77 വയസ്സ് വരെ ആ പരിസരത്തും കോഴിക്കോടിന്റെ പള്ളിക്കണ്ടി കല്ലായി ഭാഗങ്ങളിലും കോഴിക്കോട് കണ്ട സാംസ്കാരിക നേതാക്കളെ കൂടൊക്കെ ചെറുപ്പകാലം പങ്കിട്ട എസ് കെ പൊറ്റക്കാട്, ബാബുരാജ്, KT മുഹമ്മദ്, വൈക്കം മുഹമ്മദ് ബഷീർ, എനിക്കങ്ങനെ ഈ മൊയ്തു മൗലവി, എനിക്കങ്ങനെ 100 ആളുകളൊപ്പം എന്റെ കൂടെ കണ്ടു പരിചയമുള്ളതുണ്ട്. ബാബുരാജിനൊന്നും ഞാൻ കണ്ടിട്ടില്ല, എസ് കെ പൊറ്റക്കാടിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കറിയാം അങ്ങനെയൊക്കെ പരിചയ സമ്പത്തുള്ള പൊതുപ്രവർത്തകനായ എന്റെ വാപ്പനെ പറ്റിയിട്ട് ഈ മാഡം പറഞ്ഞതിനെ പറ്റി പറയുമ്പോൾ മീൻ മാർക്കറ്റിൽ പോയി കുറെ നേരം സംസാരിച്ച് നിന്ന് അവിടെ ഇവിടെ നിന്ന് എല്ലാവരോടും സംസാരിച്ച് വീട്ടിലേക്കുള്ള സാധനം രാവിലെ മുതൽ കടകളിൽ പോയി വന്ന് 77 വയസ്സ് വരെ ഒരു ഉറുമ്പിനെ കൊന്ന പരാതി ഇന്ന് വരെ എന്റെ വാപ്പനെ പറ്റി കേട്ടിട്ടില്ല. മരിച്ച 1.5 വർഷമായിട്ട് എന്റെ വാപ്പനെ പറ്റി ഒരു പരാതി കേട്ടിട്ടില്ല. എന്നിട്ട് മരിച്ച പിറ്റേന്നോ 3ന്റെ അന്നോ ഒരു പത്രക്കാർ ഒന്നായിട്ട് ചോദിച്ചപ്പോ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, എന്റെ വാപ്പ സാമ്പത്തികമായിട്ട് ആരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുണ്ടെങ്കിൽ ഞാനോ എന്റെ കുടുംബമോ അത് അറിയിച്ചാൽ ഏറ്റെടുക്കാൻ അതിന്റെ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. കൂടാതെ ഞാൻ എന്റെ മര്യാദന്റെ അങ്ങേ തല അന്ന് ഞാൻ പറഞ്ഞു, ആരോടെങ്കിലും മാനസികമായോ എന്തെങ്കിലും ഇപ്പൊ എന്റെ ദേശീയ കച്ചറ വല്ല പീഡന ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് ഞാൻ പരസ്യമായിട്ട് എല്ലാ ചാനലുകളുടെ മുന്നിലും മലയാളി കണ്ട അധികം ആളുകൾ കണ്ട മലയാളികൾ കണ്ട ചാനലിന്റെ മുന്നിൽ ഞാനിത് പറഞ്ഞു. ഇത് നമ്മൾ മയത്ത് സ്ക്രീമ പറയുന്ന ഒരു സ്വഭാവം. പക്ഷെ ഞാനത് പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞു.
അതിന് ഇന്ന് ഒരുപാട് ആളുകൾ വളരെ നന്നായിക്കണമെന്ന് പറഞ്ഞു ആർട്ടിസ്റ്റുകളിൽ വരാത്ത പ്രശ്നത്തിന് പറഞ്ഞു. അന്നൊക്കെ ഞാൻ വളരെ ഭംഗിയിൽ സംയമനത്തോടുകൂടി ക്ഷമയോടുകൂടി ഒരാളോടും പരാതി ഇല്ലാതെ ഭംഗിയിലാണ് ഞാൻ ഈ പരാതി പറഞ്ഞത്. അമ്മയിൽ ഇപ്പൊ വർക്ക് ചെയ്ത 10-40 വർഷം 95 അമ്മ ഉണ്ടാക്കുന്നത്. അതിന്റെ മുന്നേ സിനിമയിൽ ഇപ്പൊ 87 സജീവമായിട്ടുണ്ട്. 2090 ഇപ്പൊ ഈ റാംചന്ദ്ര സ്പീക്കിംഗ് കാണിച്ചോട് ബ്രേക്കായി ഇഷ്ടം പോലെ പടങ്ങളുണ്ട്. ഈ വാപ്പനെ പറ്റി അമ്മയിലോ നാട്ടിലോ എന്റെ വീട്ടിലോ പുറത്തോ 53 വർഷം കൂടെ താമസിച്ചെന്റെ ഉമ്മ ഒരു പരാതി പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ 77 വയസ്സ് വരെ ജീവിച്ചിരുന്ന കാലവും അതിനുശേഷം 1.5 വർഷമായിട്ട് മരിച്ച കാലവും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു മഹത്തായ വനിത വന്നിട്ട് ഇങ്ങനെ പറയാ 3-4 ആളെ പേരിൽ പരാതി. ഇപ്പൊ പറഞ്ഞ പരാതി എന്ത് ചെയ്യാണ്, ഹൈഡ് ചെയ്ത് കാണുന്നില്ല. പക്ഷെ അതിന്റെ കയ്യിലുണ്ട്, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് ഈ സ്ത്രീ ചിരിച്ചു കളിച്ച തമാശ രൂപത്തിൽ പറയാ വേറൊരു സ്ത്രീനെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ മതിയോ എന്ന് ചോദിക്കുക. അപ്പോഴേ മനസ്സിലാവണം, ജനത്തിന് മനസ്സിലാവും. പിന്നെ അതിന്റെ അടിയിലൊക്കെ പോയിട്ട് വേണ്ടാത്ത കമന്റ് ഇട്ടിട്ട് ഇതിനൊപ്പന്റെ ഫോട്ടോ ക്ലിപ്പിംഗ് ഒക്കെ ഇട്ടിട്ട് പല കോലത്തില് ആറാടുകയാണ്. ഈ മഹത്തായ വനിത ഈ 12 മിനിറ്റുള്ള വീഡിയോ പറഞ്ഞ ശേഷം പിന്നെ മാതൃഭൂമിക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് കൈയാട്ടി നിർത്തി വേറൊരു സിനിമയിൽ നിർത്താമെന്ന് പറഞ്ഞ് മുഹബത്താണെന്ന് പറഞ്ഞ് പിന്നെ ഇവർക്ക് ഇതൊരു ലഹരിയായി. പിന്നെ ഇവരിത് ലഹരിയായിട്ട് ഇങ്ങനെ പല ചാനലുകൾക്കും പല രീതിയിലും പല ചാനലുകൾക്കും പല കോലത്തിൽ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുക. ആഹ്ലാദാണ്, ആടിത്തിമിർക്കാണ് സ്ത്രീ. ഈ മേഡം ആടിത്തിമിർക്ക. ഇവർ കോഴിക്കോട് കമ്മീഷൻ ഓഫീസിൽ പായസം കൊടുക്കുന്ന ആളാന്ന് പറയുന്നുണ്ട്. അതൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ 12 മിനിറ്റിന് പോയല്ലോ, ഇനി തപ്പിയാൽ കിട്ടും. കമ്മീഷൻ ഓഫീസിൽ ഇവർ ആർക്കും അറിയില്ല. ഞാൻ നല്ല പരാതി കൊടുക്കാൻ പോയ പാടുന്ന ആരും പോലീസുകാരോട് ചോദിച്ചു. ഓർക്കൊന്നും പരിചയമില്ല, കണ്ടിട്ട് പോലും പരിചയമില്ല. ഇവരമ്മ പായസം ബുക്കാണ്, ഇവര് പായസം ബുക്കാണ്. 20 ഉറുപ്പ്യക്ക് അമ്മ ബുക്ക, 30 ഉറുപ്പ്യക്ക് അതേ പായസം ഇവര് ബുക്ക. ഇവര് പറഞ്ഞതാണ് 30 ഉറുപ്പ്യക്ക് ഇവർ എന്ത് പായസം ബുക്കണമെന്ന് എനിക്കറിയില്ല. 20 ഉറുപ്പ്യക്ക് അമ്മ ബുക്കിന് ഇവര് 30 ഉറുപ്പ്യ. ഈ കമ്മീഷൻ ഓഫീസിൽ നായികക്ക് 40 വട്ടം കയറി ഇറങ്ങണം, പായസം ബുക്ക പാരമ്പര്യമായിട്ട് അമ്മ ഇവരൊന്ന് പറഞ്ഞ് ഈ സ്ത്രീക്ക് ഒരു റൈറ്ററോട് പറഞ്ഞുകൂടായിരുന്നു. മാമുക്കോയ എങ്ങനെ പറഞ്ഞു, സുധീഷ് എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൂടായിരുന്നു. ഒരു മരിച്ച മനുഷ്യനോട് കാണിക്കാനുള്ള ഒരു ചെറിയ മര്യാദ കാണിക്കണം. അപ്പൊ നിങ്ങൾ മരിക്കുന്ന മുന്നേ വാപ്പത് കാണിച്ചിരിക്കുന്ന നിങ്ങൾ തെളിയിക്കണം. ഇനി ഇത് തെളിയിച്ചു പോവാൻ ഈ ഇവിടുത്തെ കോടതിയിൽ ഞാൻ കേസ് കൊടുക്കും. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തള്ളിയാൽ ഹൈക്കോടതിയിൽ പോകും. അത് കഴിഞ്ഞാൽ ഞാൻ സുപ്രീം കോടതിയിലും പോകും. ഈ ക്രിമിനൽ കേസും സിവിൽ കേസും ഞാൻ മാനനഷ്ടത്തിന് ഞാൻ കൊടുക്കും. ഈ വീഡിയോ ഒന്നും ഐഡിയ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. അതിനൊക്കെ തെളിവുകൾ കയ്യിലായിപ്പോയി. ഇതൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ ഈ കേസിന് വരുമ്പോ ഇന്റെ പേരിൽ ഇനി കള്ളക്കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതും പത്രമാധ്യമങ്ങളും പൊതുജനം എതിരുള്ളവരും ആഘോഷിച്ചു. അപ്പൊ ഞാൻ ഇപ്പോഴേ പറയാണ്, ഈ മഹത്തായ വനിതക്ക് എന്തുണ്ട്, മറ്റൊരു സ്ത്രീനെ തന്നാ മതിയോ എന്ന് ചോദിക്കുന്ന സ്വഭാവമുണ്ട്. അതേതാ മറ്റൊരു സ്ത്രീ? ആ സ്ത്രീക്കുള്ള മാന്യത, ആ സ്ത്രീക്കുള്ള ശരീരം, ആ സ്ത്രീയുടെ ചാരിത്രം തന്നെയല്ലേ ഈ സ്ത്രീക്ക് ഉണ്ടാവേണ്ടി? ആ സ്ത്രീന്റെ കൊടുക്കാണെങ്കിൽ ഈ സ്ത്രീന്റെ കാര്യം നടത്താനില്ലേ? ഞാൻ ശോഭിച്ചൊന്നും പറയില്ല. ആ സ്ത്രീൻ്റെത് ഈ സ്ത്രീൻ്റെത് കൊടുക്കൂല, ആ സ്ത്രീൻ്റെത് കൊടുക്കാം. എങ്കിലും എന്റെ സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ സുപ്രീം കോടതി വരെ പോകും. ഇത് പൂർണ്ണമായിട്ട് തെളിഞ്ഞാൽ ഞാൻ ഇപ്പനെ പറ്റി ബാക്കി കഥകളൊക്കെ ഇതിൽ പറയാം. എല്ലാവരും ഒന്ന് കേട്ടിരിക്കണം, ശ്രമിക്കണം. കാരണം എനിക്ക് റോട്ടുമേൽ ഇറങ്ങണം. ഉപ്പനെ പറ്റി ഈ പറഞ്ഞ സാധനം നിങ്ങൾ തെളിവ് കൊടുത്ത് സെറ്റായാൽ നിങ്ങൾ പറയണ ഏത് പബ്ലിക് പ്ലാറ്റ്ഫോമിലും ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളോട് മാപ്പ് പറയും. അത് നിങ്ങൾ പറയണ രീതിയിൽ ഞാൻ മാപ്പ് പറയും. നിങ്ങൾ തെളിയിക്കണം. പറഞ്ഞു പോയതാ, ഇനി കേസില്ല പരാതിയില്ല നിങ്ങൾ പറയരുത്. ഞാൻ പറയുന്നത് എന്റെ പെങ്ങന്മാർക്ക് പ്രായപൂർത്തിയായ 3-4 പെൺകുട്ടികളുണ്ട്. എനിക്ക് 3 ആൺകുട്ടികളുണ്ട്. വലുത് പ്രായപൂർത്തിയായ 3 ആൺകുട്ടികളുണ്ട്. എന്റെ വീട്ടിൽ ബാക്കിയുള്ള കുട്ടികളുണ്ട്, മക്കളും കുടുംബക്കാരുണ്ട്. ഞാനൊരു ചാരിറ്റി ചെയ്തൊരു വീഡിയോ വന്നപ്പോ അതിന്റെ അടിയിൽ വന്നു വാപ്പ പീഡനവീരനാണല്ലോ. അത് അതിന്റെ അടിയിൽ കൊണ്ടുവച്ച ആ മാന്യന്റെ ഒരു സംസ്കാരം മനസ്സിലാക്കണം. ആ സാധനം അവരെ വിടണം. അതൊരു സുഖമില്ലാത്ത ബ്രെയിൻ ട്യൂമറിന്റെ ഒരു അസുഖമുള്ള രോഗീന്റെതാ. ആ സഹോദരൻ അതിന് വിടണം. ഇന്റെ വേറെ ഏതെങ്കിലും വീഡിയോന്റെ വേക്കിലോ ഇതിന്റെ വേക്കിലോ അത് ഇട്ടാൽ മതി. മെനക്കെട്ട് വന്നിട്ട് ഇതിനുള്ളിൽ കയറി നോക്കിയാൽ അറിയാം ഇയാളൊക്കെ വർഗീയത എന്താന്നുള്ളത്. രാഷ്ട്രീയം കളിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കരുണാകരൻ ലീഡറുള്ളപ്പോ ചാരക്കേസിന് രാജിച്ചിട്ടില്ലേ, പിരിച്ചുവിട്ടിട്ടില്ലേ? നായനാര് സഖാവ് പറഞ്ഞിട്ടില്ലേ സ്ത്രീകളുള്ളവർക്ക് വാണിമുണ്ടാവും? ഞാൻ പറഞ്ഞതാ. രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് എത്ര പ്രശ്നം, ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിലപ്പോ എന്തൊക്കെ ജാതി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു, എത്ര നേതാക്കൾ എന്തൊക്കെ കേസുകൾ കുടിയിരിക്കുന്നു, സാമുദായിക നേതാക്കൾ എന്തൊക്കെ കേസിൽ കുടിയിരിക്കുന്നു. ഒരു വീഡിയോ അങ്ങോട്ട് വന്ന് പറയാം, അതിന്റെ ലഹരിയിൽ പിന്നെ കിട്ടണമൊക്കെ ചിരിച്ച് കളിച്ച് ലാഘവത്തോടുകൂടി പറയുക.
ഇതിന്റെ വിഷമങ്ങൾ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ കുത്തി ആയല്ലേ, എന്റെ കുടുംബത്തിന്റെ നെഞ്ഞത്ത് കുത്തിയായോ? എന്റെ ഉമ്മ വാപ്പ മരിച്ച ശേഷം പുറത്തൊന്നും അങ്ങനെ പോക്കില്ല. ഉമ്മക്ക് ഷുഗറൊക്കെ ഉണ്ടെന്നല്ലേ. ഉമ്രക്ക് പോയിട്ട് അവിടുന്ന് വീട്ടിൽ കാല് പൊട്ടി. അപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ ഷുഗർ ഉള്ളതുകൊണ്ട് പേടിച്ചിട്ട് ചെയ്തില്ല. പിന്നെ അത് വൈദ്യരെ കൊണ്ടൊക്കെ കെട്ടിട്ട് ഇപ്പൊ നടത്തം വരാം. അങ്ങനെ എന്റെ വീട്ടിൽ വാപ്പ മരിച്ച ശേഷം നിസ്കാരവും ദസ്തിയും ഓത്തൊക്കെ ആയിട്ട് ബേജാറായിട്ട് ഇങ്ങനെ കൂടാ. എന്റെ വീട്ടില് പെങ്ങന്മാരും നമ്മളെ ഒന്നും നിർബന്ധിച്ചൊരു പെരുന്നാളിനൊക്കെ വന്നിട്ടൊരു ഫോട്ടോ എടുക്കുമ്പോൾ പോലും കുട്ടികളൊന്നും പുറത്തേക്ക് വരത്തില്ല. വളരെ ചുരുക്കാണ് ഉപ്പന്റെ കുട്ടികളുടെ കൂടെയുള്ള ഫോട്ടോസ് പുറത്ത് കാണും. ഒരു ഓർത്തഡോക്സ് മെന്റാലിറ്റി ഉള്ള, യാഥാസ്ഥികത മെന്റാലിറ്റി ഉള്ള, ആ ദീനിപരമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ് അവരൊക്കെ. ഞാൻ അന്നും പറഞ്ഞിരിക്കുന്നു ഇപ്പൊ നിസ്കരിക്കാനൊക്കെ പോണ ആളാണെന്നുള്ളത്. പിന്നെ സിനിമാ ലോകത്ത് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിന്, അവിടെയും അതിൽ കുറെ പെണ്ണുങ്ങളുണ്ട്. ഓരോട്ടൊക്കെ തമാശ പറഞ്ഞ് ലോകം പറഞ്ഞൊക്കെ കുത്തിരിക്കലുണ്ട്. ഇവരൊക്കെ നമ്മൾ അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറഞ്ഞാലും എന്താ അവസ്ഥ? എന്തെങ്കിലും അവിടുന്ന് ഇവര് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ച് പറഞ്ഞതാണ് നിങ്ങൾ അത് പറയണം. ആരെങ്കിലും നിങ്ങളെ ഇതിൽ പ്രലോഭിപ്പിച്ച് വിട്ടു പറഞ്ഞോ എന്ന് പറയും. നിങ്ങൾക്ക് പൈസക്ക് വേണ്ടിയിട്ടുള്ള കേസാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പറയണം. നിങ്ങൾ വന്ന് പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ കുടുംബത്തിന് ഏറ്റ ക്ഷതം ഇതിന് ഞാൻ പരാതി കൊടുക്കുമ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ മുഖേനയോ വേറെ ഏതെങ്കിലും രീതിയിലോ എന്റെ കുടുംബത്തിലുള്ള കുട്ടികളെ എന്റെ സ്വത്തിന്റെ മുകളിലേക്കോ നിങ്ങൾ വന്നാൽ ഇതിന്റെ അപ്പുറത്തായിരിക്കും ഇതിന്റെ മറുപടി ഉണ്ടാവുക, കേസും കൂട്ടുണ്ടാവുക. ഇത് സുപ്രീം കോടതിയാണ് ഏറ്റവും അവസാനമെങ്കിൽ അതുവരെ ഞാൻ പോയിട്ട് ഞാനിത് തെളിയിക്കും. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്റെ വാപ്പ എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. എന്റെ നാട്ടുകാർക്ക് പറയാം. ഏത് തല വരെ പോകാനും 1000 ആൾ വിളിച്ച് ഓഫർ ചെയ്തിട്ടുണ്ട്. പൈസ തരാ, കേസ് നടത്തിക്കാൻ വിടരുതോളെന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ നിങ്ങൾ വിളിച്ചു പറയണത്? ആരൊക്കെ പറ്റിയാ വിളിച്ചു പറഞ്ഞത്? ഈ പറഞ്ഞ അമ്മയിൽ നിൽക്കുമ്പോ 95 ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എന്റെ വാപ്പനോട് മമ്മൂട്ടിനും മോഹൻലാലും പറ്റി ഇഷ്ടമാരെന്ന് വെച്ചപ്പോ മമ്മൂട്ടി മോഹൻലാലും അത് 2 വരദാനങ്ങളാ മലയാള സിനിമന്റെ എന്നറിയും. ഇപ്പൊ നിങ്ങള് രഞ്ജിത്തേട്ടനെ രാജിവെച്ച് അത് ധാർമ്മികത നിങ്ങളിൽ എല്ലാരും നികുതിയും കൊടുത്തൊരു സംബന്ധിച്ചിട്ട് ശമ്പളം, വണ്ടി, മറ്റേ ഫ്ലാറ്റ് ഇതൊക്കെ കിട്ടുന്നതുകൊണ്ട് രാജിവെക്കണം ധാർമ്മികത. അമ്മയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ അതിന്റെ സെക്രട്ടറി രാജിവെച്ച്. ലാലേട്ടൻ സ്വാഭാവികമായിട്ട് കൃത്യമായിട്ട് അയാളെ സ്വഭാവം വെച്ച് അയാൾ രാജിവെച്ച്. വേണ്ട, ഈ അല്പം കച്ചറുണ്ടാകണ്ട. കൂടെ ഒരുപാട് ആള് ലാലേട്ടനെ അംഗീകരിച്ചിട്ട് രാജിവെച്ച്. അമ്മയിൽ മുഴുവൻ കച്ചറ. ഇനി ഞാനൊരു സിനിമയിൽ അഭിനയിച്ച് 2 സിനിമ ഷൂട്ടിങ്ങിനുണ്ട്. ഞാൻ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്റെ വീട്ടിൽ ഞാനൊരു ബാഗായിട്ട് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ഞാൻ ബാഗായിട്ട് ഇറങ്ങുകയാണെങ്കിൽ സംഭവിക്കാൻ പോകണം എന്താണെന്ന് അറിയാം. എന്റെ വീടിന്റെ മുറ്റത്തുള്ള ആളുകൾ കൽപ്പണിക്കും ആശാരിപ്പണിക്കൊക്കെ പോകുന്ന ആളുകളുണ്ടാവും. ഈ എങ്ങട്ടാ കൽപ്പണിക്ക്, ഈ എങ്ങട്ടാ ആശാരിപ്പണിക്ക്, ഈ എങ്ങട്ടാന്ന് എന്നോട് ചോദിച്ചാൽ കൊള്ളസംഘത്തിലൊക്കെ അല്ലെന്ന് പറയും. കാരണം സിനിമാ ലോകം വെറി പിടിച്ച ഒരു ലോകമായിട്ട് മാറാം. ഇത് ഇന്നും വരും തുടങ്ങിയതല്ല. എല്ലാ കാലത്തും എല്ലാ ഫീൽഡിലും സർവ്വത്ര കച്ചവടം ചെയ്യുന്നോർത്തും പെണ്ണിനെ കിട്ടിയാൽ മുതലാക്കാൻ പറ്റുമോ നോക്കണ ഒരു വിഭാഗം ഉണ്ട്. അത് ശിക്ഷിക്കപ്പെടണം വേട്ടക്കാരൻ. ഞാൻ 1000 വട്ടം പറയാം. പൃഥ്വിരാജ് ഇന്നലെ പറഞ്ഞതിന് 1000 വട്ടം അംഗീകരിച്ചു പറയാം. ശിക്ഷിക്കപ്പെടണം അയാളെ. പിന്നെ പത്രക്കാര് ഇതിനെ പല പത്രക്കാരല്ല ന്യൂസ് 18 പറയുന്നത്. നിങ്ങളെ 2-3 ക്ലിപ്പിങ്ങിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ധർമ്മജനെ പറ്റിയിട്ട് അതിലൊരു അവതാരക ചോദിച്ചൊരു സാധനമുണ്ട്. ഞാൻ അതിന്റെ വീഡിയോ ഇതിൽ ഇട്ടുതരാം. അപ്പൊ കാണിക്കാം. അത് ഓരോന്നും ചെക്ക് ചെയ്ത് പറയണ്ടല്ലോ. ഈ പത്രപ്രവർത്തകർക്ക് അവതാരകർക്ക് ന്യൂസ് 18 എന്ന ചാനലിൽ നിന്നും ആരും വിളിച്ച് ചോദിക്കാം. പൊതുജനം കാര്യങ്ങൾ സത്യാവസ്ഥ പൊതുജനത്തിന് അറിയണമല്ലോ, ചോദിക്കാം. അപ്പോ ധർമ്മജനോട് ചോദിക്കാം. ധർമ്മജൻ പൈസ കൊടുത്തു വാങ്ങിയ മൊബൈലും സിമ്മും ധർമ്മജന്റെ സമയം, ധർമ്മജൻ ഫോണെടുത്ത് സംസാരിക്കണം. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞപ്പോ അയാളോട് ഒരു LKG കുട്ടി അല്ലെങ്കിൽ ഒരു LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി തല്ലുണ്ടായി കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ വന്ന് ചീത്ത പറയുമ്പോൾ എന്ത് ഗൗരവത്തിലാണ് ആ സ്ത്രീ പറയുന്നത്? ആ പത്രപ്രവർത്തക അവതാരക. ഞാൻ അതിന്റെ വീഡിയോ ഇതിൽ ഇട്ടുതരും. അങ്ങനെ മാന്യതയാണ് അയാളെ ആരോപണ കേൾക്കണം. ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം. വരുന്നത് നിങ്ങൾക്കെതിരെയാണ്, നിങ്ങളുടെ മേഖലയിലാണ്. അപ്പോ ആദ്യം അവിടെ തന്നെ ശുദ്ധികലശം നടത്തണം. ഞങ്ങളുടെ മേഖലയിൽ വരുമ്പോൾ ഇവിടെയും അന്വേഷിക്കും. ഇപ്പോൾ നിങ്ങളുടെ മേഖലയിലാണ്. ഞാൻ പറയണത് അമ്മ സംഘടനയാണോ ശുദ്ധികലശം നടത്തേണ്ടത്? നിങ്ങൾ പറയൂ, അങ്ങനെയാണോ? അതാണോ നിങ്ങളുടെ ഉദ്ദേശം? ആരാണ് ശുദ്ധികലശം നടത്തുന്നത്? അമ്മ സംഘടന ശുദ്ധികലശം നടത്തിയ കേരളം നന്നാകുമോ? അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത സംഘടനയ്ക്കുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സിദ്ദിഖ് രാജിവെച്ചത്? എന്നാ പിന്നെ സിദ്ദിഖ് രാജിവെക്കണ്ടല്ലോ. അമ്മ ശുദ്ധികലശം നടത്തണ്ട. സിദ്ദിഖ് എന്തിനാണ് രാജിവെച്ചത്?
അങ്ങേരുടെ മാന്യതയാണ്. അയാളെ ആരോപണ വിധേയനായിട്ട് ഒരു വാർത്ത വന്നതിന്റെ പേരിൽ ഞങ്ങളുടെ സംഘടന രാജ്യത്ത് അദ്ദേഹത്തിന്റെ മാന്യതയാണ്. അല്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് രാജിവെക്കുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് രാജിവെക്കുന്നത്? ധർമ്മജൻ, തെറ്റുകാരാണോ? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് രാജിവെക്കുന്നത്? അവിടെ ഇരുന്നൂടെ? നിങ്ങൾ എന്താ പറഞ്ഞത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാജിവെക്കണോ? അത് ആദ്യം പറയണം. അത് ആദ്യം പറഞ്ഞിട്ട് ഞാൻ വർത്താനം പറയാം. എന്താണ് ചോദിച്ചത്? എന്താണ് ചോദിച്ചത്? നിങ്ങൾ ആദ്യം നല്ല ആളാണെന്ന് പറയുക, എന്നിട്ട് ഞാൻ വർത്താനം പറയാം. അമ്മയിലെ അംഗങ്ങൾ എല്ലാരും മോശക്കാരാണോ? അമ്മയിൽ അംഗങ്ങൾ എല്ലാവരും മോശക്കാരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അമ്മയിൽ അംഗങ്ങൾ എല്ലാവരും പറയരുത്. അമ്മയിലെ അംഗങ്ങൾ എല്ലാവരും മോശക്കാരല്ലെങ്കിൽ അത് അമ്മ പറയട്ടെ. അമ്മ പറഞ്ഞൂടെ? അമ്മയ്ക്ക് അത് പറയാമല്ലോ. ഞാൻ എന്റെ 2 പെമ്മക്കൾ, പ്രായപൂർത്തിയായ 2 പെമ്മക്കളുള്ള ഒരു അച്ഛനാണ് ഞാൻ. ധർമ്മജൻ മുൾകാട്ടി, നടിക്കെതിരായിട്ടുള്ള ആക്രമം നടന്നപ്പോൾ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന് ഈ കേരളത്തിലുള്ളവർക്കറിയാം. നിങ്ങൾ ഈ പറയുന്ന ആ വ്യക്തിപരമായിട്ടുള്ള ധാർമ്മികത നിങ്ങൾ ആ സമയത്ത് കാണിച്ചോ? അല്ല, നിങ്ങൾ അത് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചു ചോദ്യമുണ്ടല്ലോ. ധർമ്മജൻ മുൾകാട്ടി എന്ന് പറയുന്ന നടൻ ആ സമയത്ത് എന്ത് നിലപാടെടുത്തു? കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാരായാലും അല്ല, നിങ്ങൾ ആ പ്രതിക്കൊപ്പം, പ്രതി എന്ന ആരോപണ വിധേയനായിട്ടുള്ള നടനൊപ്പം നിൽക്കുന്ന നിലപാടാണ് ധർമ്മജൻ. നിങ്ങൾ ആ സമയത്ത് എടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം. നിങ്ങൾ വേറെ വാർത്താനം പറയണ്ട. ഞാൻ പറഞ്ഞ വാർത്താനം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ അപ്പോ അത്ര പോലും ഇതല്ല. കുറച്ച് വിഷമത്തില് അത് ഇയാൾ പറയുന്നുണ്ട്. ധർമ്മജൻ കുറ്റാരോപിതനല്ല. ധർമ്മജന്റെ പേരിൽ ഒരു പരാതി ഇല്ല. ധർമ്മജന്റെ ഇത് പറഞ്ഞു, അവകാശം, സ്വാതന്ത്ര്യം, സിദ്ദീഖിനെ പറ്റി, അമ്മനെ പറ്റി ആൾ നന്നാക്കി പറഞ്ഞു. അമ്മനെ നന്നാക്കി ധർമ്മജൻ പറയാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 150 പേർക്ക് 5000 ഉറുപ്പ്യ വെച്ച് ഇന്നസെന്റ് പ്രസിഡന്റ് ആകുമ്പോൾ പാസ്സാക്കിയതാണ്. എത്രയോ കാലം പണം ഇല്ലാതിരിക്കുന്നത്, എത്രയോ കാലം എന്റെ ഉപ്പക്കും ഈ 5000 കിട്ടിക്കുന്ന അമ്മയെന്ന്. ഈ ഇപ്പൊ മരിക്കുന്നത് 2023 ഏപ്രിൽ 26 പിന്നെ മെയിൽ ആ പൈസ വന്നിട്ടില്ല. ആ 5000 ഉപ്പ അടുക്ക 150 ആർട്ടിസ്റ്റുകൾക്ക് കിട്ടിക്കണം. നിങ്ങൾ എന്താ അവനെ പറ്റി മനസ്സിലാക്കി? 150 ആളുകൾക്ക് 5000 ഉറുപ്പ്യ വെച്ച് കൊടുക്കണമെങ്കിൽ 7.5 ലക്ഷം ഉറുപ്പ്യ അങ്ങനെ വേണ്ടേ? മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം അടക്കം ഒരുപാട് നടന്മാര് ലവി ഓരോ പടത്തിന്റെ കിട്ടുന്ന വരുമാനത്തിന് പൈസ കൊടുത്തുകൊണ്ടിരിക്കുക. പോരാത്തത് ഇതൊരു കൂട്ടായ്മന്റെ ഒരു സംഘടനയാണ്. കുറെ ആളുകൾക്കുള്ള ഒരു മേഖലയിലെ ഒരു സംഘടന. ഈ സാധനത്തു നിന്ന് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് പൈസ കൊടുത്തില്ലേ? ആർട്ടിസ്റ്റുകൾ പൈസ കൊടുത്തിട്ടില്ലേ? ഈ അമ്മനെ നന്നാക്കി പറയാൻ, വെള്ളം ഒഴിച്ച് പറയാൻ ഞാൻ അമ്മയിലും പറഞ്ഞല്ലോ. ഞാൻ സിനിമാകാരനായിട്ടില്ലല്ലോ. എനിക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ ഞാൻ പറയണ്ടേ? ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, എല്ലാവർക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്. 2 തവണ കിട്ടി. ഇപ്പൊ ക്യാൻസറിന്റെ രോഗം വന്നപ്പോഴും ഈ തൊണ്ടയിൽ പോയാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മരിച്ച ഹോസ്പിറ്റലിൽ ബില്ല് കൊടുക്കാനും അമ്മയിൽ നിന്നും ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും അമ്മ മുഖേന അമ്മയിൽ നിന്ന് കിട്ടിയ ആനുകൂല്യങ്ങളല്ലേ? അമ്മനെ പറ്റി നന്നാക്കിയിട്ട് ധർമ്മജൻക്ക് പറയാൻ പാടില്ല എന്നൊരു അവതാരകത്തിന് അതിനെന്ത് പറയണേ? ഷൗട്ട് ചെയ്ത് പറയും. പിന്നെ മുഖ്യമന്ത്രി വളരെ ബഹുമാന്യന്, എനിക്ക് നേരത്തെ ഇഷ്ടം, അപ്പോൾ ഇഷ്ടം, അത് ആരും ഒത്തുക്കി പറയും ചെയ്യും. ഇനി അത് 10,000 വട്ടം കൊന്നാലും പറയും. വളരെ പക്വമായ തീരുമാനം, വളരെ വിവേകത്തോടും ബുദ്ധിയോടും അറിവോടും ക്ഷമയോടും കൂടി എടുത്ത തീരുമാനം. ഈ റിപ്പോർട്ട് മാറ്റിവെച്ചത് ആര് മാറ്റിവെച്ചെന്ന? 1 കോടി, 1.5 കോടി, 1.25 കോടി, 1 കോടി 6 ലക്ഷം എന്നൊക്കെ പറയേണ്ട ഹേമ കമ്മിറ്റിക്ക് ചെലവ് വന്ന പൈസ, സർക്കാരിന്റെ പൈസ, ഞാൻ അടക്കമുള്ള പൈസ. ഈ പൈസയില് ഈ സാധനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ അതിൽ തന്നെ ഒരു റിപ്പോർട്ടുണ്ട്. അത് ഇംഗ്ലീഷിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വായിച്ചത് നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടും. അതിന്റെ മലയാളം പറയുന്നത് എന്താണല്ലോ? ഈ സാധനം പുറത്തുവിട്ട സമൂഹത്തില് അത്യുന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, ഒരുപാട് പേരുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ മോശപ്പേരും ചീത്തപ്പേരും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞല്ലോ, കേരളം ഭ്രാന്താലയമാകുന്നു. ആ അവസ്ഥയിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് കൊടുത്ത കമ്മിറ്റിയിൽ പ്രതിപാദിച്ച വരികൾ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ സ്ത്രീ പറയാണ്, ഈ വനിത പറയാണ്, ഇവർ ഒരു കലനോടുള്ള താല്പര്യം കൊണ്ടാണ് സിനിമയിൽ പോയത്. കഥകളി, ഡാൻസും പാട്ടൊക്കെ പലതും ഉണ്ട്. സിനിമ അങ്ങനെയല്ല. അമ്മയിൽ 2 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് 4 സിനിമയില് മറ്റേ ഡയലോഗ് ഉണ്ടെങ്കിലും അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടും. ആർക്കും അറിയില്ല. 30, 150 സിനിമയിൽ അഭിനയിച്ച ഒരുപാട് ആണുങ്ങൾ പെണ്ണുങ്ങൾ ആർക്കും അറിയില്ല.
മോഹൻലാലും മമ്മൂട്ടിയും കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സംഘടനയിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുക, കിട്ടുമ്പോ ചാൻസ് ഇട്ട് ആരെങ്കിലും പേരിൽ ചാറടിക്കുക, എന്തെങ്കിലും കിട്ടാൻ വെച്ചാൽ മുണുങ്ങുക, പറഞ്ഞതൊക്കെ ചാനലിൽ മാറ്റിയെടുക്കുക. ആ സാധനം ഇവിടെ ഉണ്ട് എന്നാ പറയണത്. അപ്പൊ മുഖ്യമന്ത്രി എന്ത് ചെയ്ത്? മുഖ്യമന്ത്രി അത് നിർത്തിവെച്ച് ഇപ്പൊ 4 വർഷത്തിന് ശേഷമായിരിക്കും ചെറിയ തെറ്റുകളൊക്കെ ഞാൻ പറയുമ്പോണ്ടാവും ഈ സാധനം വന്ന്. ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് അതിലും പക്വമായ വർത്താന. ഇനി ഒരു കേസ് കൊടുത്താൽ മാറ്റാൻ പാടില്ല. ഉറച്ച തീരുമാനം, ആർക്കെതിരാണോ ആരോപണം ആ കേസിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ 1 കോടി ഫണ്ട് വെക്കാം, പുതിയ കമ്മിറ്റി ഇത്ര ആൾ തീരുമാനമായോ? ഒരു 354 എന്നൊരു വകുപ്പുണ്ട്. അത് പെണ്ണുങ്ങള് സ്ത്രീകള് എത്ര മോശമാണെങ്കിലും എത്ര മോശപ്പെട്ട സ്ത്രീകൾ, അങ്ങനെ സ്ത്രീകൾ ഉണ്ടായിക്കണല്ലോ നാട്ടിൽ. ഞാൻ എല്ലാ സ്ത്രീകളും പറയല്ലോ കേട്ടോ, ചില സ്ത്രീകൾ, ഏതോ സ്ത്രീകൾ ഒന്നെങ്കിലും ഒന്ന് മോശമായിട്ട് നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മോശപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ മാർപ്പാപ്പയെ പോലെ അല്ലെങ്കിൽ സമുദായത്തിന്റെ രാജ്യത്തിന്റെ അങ്ങേയറ്റം അംഗീകരിക്കപ്പെടുന്ന എല്ലാരും പറഞ്ഞ ഏറ്റവും നല്ലൊരാളെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു അപവാദം പറഞ്ഞ 350 പ്രകാരം ഈ പുരുഷനെതിരിൽ ഈ സ്ത്രീന്റെ ആവശ്യമാത്ര കേസെടുക്കണം എന്നാ. അത് പിന്നെ അന്വേഷിച്ച് വേണ്ടാന്നൊക്കെ വെക്കാം. അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്വഭാവം, ഓരോ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ, കൈക്കൂലിയൊക്കെ പല ഏരിയയിലും പല മേഖലയിലും ഉണ്ടല്ലോ, സർക്കാരിലും അല്ലാത്തൊക്കെ കൈക്കൂലി നടക്കുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ അത് അങ്ങനെ നടക്കും. അങ്ങനെ ശിക്ഷിക്കപ്പെടാ ഒരു കേസ് ഇതറിയണോണ്ട്. ഞാനൊരാളൊരു തല്ലുണ്ടായാലേ 2-3 ദിവസം കൊണ്ട് അയാളെ പരിക്ക് പറ്റണം, എന്നെ വൂൺ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, പരിക്ക് തീരണമെന്നെ കേസ് കൊടുത്തില്ലെങ്കിൽ അയാൾ ബോധമില്ലാതെ കിടന്നതോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതോ 1-2 ആഴ്ച കാരണം വെച്ചാൽ കേസ് കൊടുക്കുള്ളൂ. ഇത് പറഞ്ഞാൽ മതി. ഇന്ന അത് പറഞ്ഞ് ഇത് പറഞ്ഞ് കാറിന് കണ്ടിട്ട് വിളിച്ച് വേറെ സിനിമയിൽ തരാന്ന് പറഞ്ഞെങ്കിൽ മോഹബത്താണെന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ് മോളോട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞ് അങ്ങനെ വിളിച്ച അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുക. ഇത് എന്തും പറയാ പെണ്ണുങ്ങൾക്ക് എന്നാ, ആണുങ്ങൾക്ക് ജീവിക്കണ്ടേ? ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ പറഞ്ഞ നമ്മളൊരു സിനിമ ഇപ്പൊ ക്ലിപ്പിംഗ് ഓരോരുത്തരുടെ പേരിൽ ഇവരാണില്ലാതെ, ഓരാണില്ലാതെ, ഇവരാണില്ലാതെ, അതോ നല്ല നല്ല സീനുകളാ കിട്ടിയിട്ടുണ്ടാവാം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് കിട്ടണത്. ഞാൻ അപമാനിച്ചു പറയല്ല, നല്ല നല്ല സീനുകൾ കിട്ടും. ഇപ്പം കാണുന്നുണ്ട് ഇതൊക്കെ. നിങ്ങളൊന്നും ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിലും ഫേമസ് ആവാൻ എന്തെങ്കിലും ഒന്നും വിളിച്ചു പറയരുത്. നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മലയാള സിനിമയിൽ ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ കിടന്നു കൊടുത്തിട്ട് നായികമാരായിരുന്നു നിങ്ങൾ പറയാ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണവർക്ക് സിനിമയിൽ ഇതുള്ളൂ എന്നാണ്. അപ്പൊ ആയവരൊക്കെ ഇതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ നല്ലേ ദിലീപ് പെണ്ണിട്ടിയത്, ഇവിടെ നല്ലേ ജയറാം പെണ്ണിട്ടിയത്, ഇവിടെ നല്ലേ വിജുമേനെ പെണ്ണിട്ടിയത്, ഇവിടെ നല്ലേ KPSC ഭരതൻ ചേട്ടൻ കിട്ടിയത്. അങ്ങനെ എത്ര 1000 പെണ്ണുങ്ങൾ ഇവർക്കൊന്നും ഇവർ അറിയില്ലേ? ഈ പെണ്ണുങ്ങളൊക്കെ മോശക്കാരാ. ദുനിയാവിലുള്ള എല്ലാ പെണ്ണുങ്ങളും, സിനിമയിൽ വന്ന എല്ലാ പെണ്ണുങ്ങളും മോശം. ഇനി സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല. സിനിമയിലേക്ക് പോകണം, വീട്ടിൽ പറഞ്ഞു പോകണം, എഴുതി ഒപ്പിടണം. ഇനി സിനിമയിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഞാൻ പീഡിപ്പിക്കില്ല എന്ന് പരാതി കൊടുക്കില്ല എന്നുള്ളോട് എഴുതി വാങ്ങണം. ലോക സ്ത്രീകൾക്ക് മൊത്തം അപമാനം ഈ ജാതി അപവാദങ്ങൾ പറയുമ്പോൾ ഒരു സ്ത്രീകളെ വിശ്വസിക്കാൻ പറ്റാതാവേ. എന്തൊക്കെ പറഞ്ഞു, ആരൊക്കെ പറഞ്ഞു. ഇപ്പൊ സിദ്ദീഖിന്റെ ഇപ്പൊ ജയസൂര്യന്റെ പേര് പറയാതെ പറയിപ്പിച്ച് ജയസൂര്യ ഉമ്മച്ചി അതാക്കി പറഞ്ഞു. ഞാൻ അയാളെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇപ്പൊ പരാതി ഇല്ല എന്നാ പറയുന്നത്. ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞത് പരാതി ഇല്ല എന്നാ പറയുന്നത്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്ത് ശക്തമായ പരാതി ഉറച്ചു നിൽക്കുമെങ്കിൽ മാത്രം പുതിയ കമ്മിറ്റി കേസെടുക്കാൻ. അന്വേഷിച്ച് കേസെടുക്കണം. വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം. അത് നിന്റെ പാപ്പായാലും ശരി ഞാനായാലും ശരി ശിക്ഷിക്കപ്പെടണം. പക്ഷെ മാന്യമായ കേസ്, മാന്യമായ തെളിവോടുകൂടി, പൂർണ്ണമായ തെളിവോടുകൂടി ശക്തമായിട്ട് വെക്കണം. ഇതിന്റെ പിന്നിലൊരു കുടുംബമുണ്ട്. പിന്നെ പോലീസിന്റെ സംവിധാനവും മുമ്പ് ഒരു നടിന്റെ പേരിൽ ഒരു രാത്രി ഉണ്ടായ ഒരു വിഷയത്തിന് 4 അന്ന് പ്രതികളെ പിടിച്ചിരിക്കണം. ഓരോക്കൊന്നും ജയിലിലാതെ. ഇനി ഒന്ന് കേൾക്കാം, ഇതാ കേട്ടോളി. ഇപ്പൊ പരാതി കൊടുത്ത ഒരാളെ തീരുമാനം. ഒരു പരാതിയില്ല, പ്രശ്നം ഇവർക്കില്ല. നാറിക്കഴിഞ്ഞ് ആ കുടുംബം ഇപ്പൊ പരാതിയില്ല. ഒരു ആൺകുട്ടി ഇതാ പ്രതികരിച്ചിരിക്കുന്നു. ഇങ്ങനെ കുറെ ആൺകുട്ടികൾ പ്രതികരിച്ചിരിക്കുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ ഉള്ള സ്ത്രീകൾക്ക് എതിരിൽ ഒരുപാട് ആളുകൾ പ്രതികരിച്ചതില്ല. അത് ഞാനിവിടെ നല്ല കാണിക്കുന്നില്ല. ഈ സ്ത്രീ ഇപ്പൊ അവർക്ക് പരാതിയില്ല എന്നാ പറഞ്ഞത്. ആ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ പോയി. ഇനി ഈ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നത് ആകെ തീർന്ന് മരിച്ച വീട് പോലെ ആവാണ്. ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ മാറി വരുന്നു. വയനാട് ജില്ലയിൽ ഒരു പ്രശ്നം ഉണ്ടായി. പണ്ട് ഈ ഒരു അർജുന്റെ കേസ് വെച്ച് കുറെ പത്രക്കാർ ഇങ്ങനെ നടന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ചൂരൽമല കിട്ടി.
ചൂരൽമലയിൽ പറഞ്ഞപ്പോ അവിടുത്തെ സങ്കടങ്ങളും ബേജാറും 10,000 വട്ടം പറഞ്ഞു. വയനാട് ജില്ല മരിച്ചു, അവിടെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഒന്ന് തുറക്കാൻ, കടകളൊക്കെ തുറക്കാൻ, അവിടെ ടൂറിസ്റ്റുകളെ പൈസ കിട്ടുന്നത്. അത് പോയപ്പോഴപ്പോ കിട്ടിയപ്പോ ഉത്സവം, ആഘോഷം. അപ്പൊ അരുൺകുമാർ കയറി പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കാണിച്ച്, ഇപ്പൊ ഇതിന്റെ ഡിലീറ്റ് ആക്കി, കേസ് കൊടുത്തതില്ല, കേസ് കൊടുത്ത് ഇനി കേസിന്റെ പിന്നാലെ തന്നെ. ഞാൻ പറയാൻ പോണത് ന്യൂസ് 18 വന്ന ഒരു അവതാരകന്റെ അഭിപ്രായം. സിനിമാ മേഖല എന്ന് പറയുമ്പോൾ എന്നും വിവാദങ്ങൾ ഒപ്പമുണ്ട്. കേൾക്കണം. മേഖലയുമായി എന്നും വിവാദങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ അതിന്റെയൊക്കെ ഒരു രീതി അങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ പ്രമുഖ താരങ്ങൾ പോലും ലൈംഗിക അപവാദങ്ങളിൽ പെടുന്നു. ഈ പറഞ്ഞതുപോലെ നടിമാർ തുടർച്ചയായി എന്ന് പറയുന്നു. ഓരോന്നും ഞങ്ങളിവിടെ ന്യൂസ് ബോർഡിൽ കാത്തിരിക്കുകയാണ്, അതായത് ആരൊക്കെയാണ് ഇന്ന് വരുന്നത് എന്നുള്ളത്. ഇത്ര ന്യൂസ് ബോർഡില് ഒരു ദിവസം കാത്തിരിക്കുക ആരൊക്കാണ് ഇന്ന് വരുന്നത് നോക്കിയിട്ട്. ന്യൂസ് 18 ഒരു അവതാരകം പറയാണ് ന്യൂസ് ഫ്ലോറിൽ കാത്തിരിക്കുകയാണ് പ്രമുഖ താരങ്ങൾ വന്നെ, അല്ലെങ്കിൽ ആരൊക്കെ വരുന്നത് നോക്കാൻ. ഇതന്നെയാണ് അരുൺകുമാർ അപ്പുറം പറഞ്ഞത്, ഇങ്ങനെ പാടില്ലെന്ന്. ആ സമയത്ത് ഒരു സ്ത്രീ ചിരിച്ച് കളിച്ച്, ഒരു മാഡം ചിരിച്ച് കളിച്ച് ഭയങ്കര ആഘോഷത്തിൽ ജോലിയാക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ ഈ ഫ്ലോറിൽ കാത്തിരിക്കാന്ന് പറഞ്ഞില്ലേ, അതല്ലേ നിങ്ങൾ ഈ 21 ഓഗസ്റ്റിന് ഇട്ടത് ന്യൂസ് 18. ആ ചാനലിൽ വന്ന സാധനല്ലേ ഇപ്പൊ നിങ്ങൾ പ്രൈവറ്റ് ചെയ്ത് മാറ്റി നിർത്തിയത്. നിങ്ങളും ഈ അരുൺകുമാർ അടങ്ങുന്നതല്ലേ, എല്ലാരും അടങ്ങുന്നതല്ലേ ഈ പത്രമാധ്യമ ഇത്. നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു സ്വഭാവം പറയുമ്പോഴുള്ളത് ഇതൊക്കെ കാണിക്കുമ്പോ ഈ പത്രക്കാർക്ക് മാത്രം. ഈ പത്രസമൂഹം മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു സംഘടനയും കാര്യങ്ങളും ഒരു സമൂഹം തന്നെയല്ലേ മാധ്യമ പ്രവർത്തകര്. അതിലില്ലേ പീഡകര്, കുറ്റാരോപിതരും കുറ്റം സൃഷ്ടിക്കപ്പെട്ടവരൊക്കെ അതിലുണ്ടല്ലോ, ഓരോന്നും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇതില് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ അരുൺകുമാർ ഡോക്ടർ ബഹുമാന്യന് അങ്ങനെയും പറയുമ്പോ അമ്മേല് ഇങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടാകുമ്പോ അമ്മേനെ മൊത്തം അങ്ങോട്ട് ചാറടിച്ച് ചീത്ത പറയാം. അപ്പൊ അമ്മക്ക് മൊത്തം കുറ്റായി. ഇത് പഞ്ചായത്ത് ലെവലിൽ തുടങ്ങണം. ഒരു പഞ്ചായത്തൊന്നും വാർഡൊന്നും ഇത് രാഷ്ട്രീയത്തിലും മറ്റുള്ള മേഖലകളിലൊക്കെ ഓരോന്ന് തുടങ്ങിയാൽ എവിടൊക്കെ പീഡിപ്പിക്കണമെന്നുണ്ടെന്ന് മനസ്സിലാവും. ഞാനിപ്പോഴും ന്യായം പറയില്ല കേട്ടോ. ആര് പീഡനത്തിന് അനുഭവിച്ചാൽ നാളെ കുടുംബത്തിൽ സംഭവിക്കാതെ നമ്മളെ പഞ്ചായത്തിലെ ബന്ധത്തില് വേണ്ടപ്പെട്ട പെണ്ണുങ്ങൾക്ക് മാന്യമായിട്ട് ഇത് ഒറിജിനലായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പ്രതികരിക്കണ്ടേ? അതിനാ നിയമം വകുപ്പ്, മുഖ്യമന്ത്രി വകുപ്പ്, കേന്ദ്ര സർക്കാർ നിയമമൊക്കെ ഉള്ളത്, പോലീസൊക്കെ ഉള്ളത്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഈ പറഞ്ഞ സാധനം മാറ്റിവെക്കുക. അത് നാട്ടുകാർ മൊത്തം ഏറ്റെടുത്ത് ഈ ന്യൂസ് 18 മാറ്റി വെച്ചോണ്ട് പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടൊന്നും അത് നിൽക്കൂല. അത് പല രീതിയിലും ഡാൻസും പാട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പാപ്പന്റെ കുറെ ക്ലിപ്പിങ്ങുകൾ സിനിമക്ക് അനുയോജ്യമായ രീതിയിൽ അയച്ച സീനുകളൊക്കെ മാറ്റി വരാം. കുടുംബത്തിനുണ്ടായ അപമാനോ, ഈ സ്ത്രീ ചിരിച്ച് കളിച്ച് സ്ത്രീ എന്ന് പറയാൻ മടിയാവുന്നുണ്ട്. ഉളുപ്പില്ലേ ഈ മാധ്യമങ്ങൾക്ക്? മാധ്യമധർമ്മം എന്താണോ? നാളെ പറഞ്ഞു തരണ്ടേ? വരുന്ന തലമുറക്ക് പറഞ്ഞു തരണ്ടേ? എന്തെങ്കിലും എത്തിയിട്ടോ ലൂസിഫറിൽ മോഹൻലാല് പറഞ്ഞ പോലെ രണ്ടറ്റത്തങ്ങളില്ല കഷ്ടത്തിന്റെ. എന്തൊക്കെയാണ് ഇങ്ങോട്ട് പറയാ? ആരെങ്കിലും അങ്ങോട്ട് പറയുമ്പോ വിളിച്ചു പറയാം. ഒന്നും ആലോചിക്കണ്ടേ? നമ്മൾ ചോറല്ലേ വഹിക്കുന്നത്, ശമ്പളം വാങ്ങണില്ലേ? നിങ്ങൾക്ക് റേറ്റിംഗ് കൂടാൻ തൊള്ളാൻ തോന്നിയ നിങ്ങൾ മാത്രമേ പറയണുള്ളൂ. ഈ ന്യൂസ് 18 ഇത് കുറച്ച് ദിവസം മുമ്പേ ഒന്ന് മെനക്കെട്ടതിന് പിന്നാലെ നടന്നില്ലെങ്കിൽ ഈ കേരളത്തിൽ പീഡനം ഉണ്ടാവില്ല. പോലീസിനേക്കാളും ഭംഗിയിൽ നിയമസംഹിതനൊക്കെ മുകളിൽ, സർക്കാരിന്റെ ഒക്കെ മുകളിലാണ് നിങ്ങൾ ഇതിന്റെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. മനോരമക്കാരോ ഏഷ്യാനെറ്റോ 24 ഒന്നും ഈ ന്യൂസ് ഇട്ടിട്ടില്ല. അത് ഫേക്കാന്ന് മനസ്സിലാക്കി ഇടാഞ്ഞതാ. അതുകൊണ്ടാണ് നിങ്ങൾ പിൻവലിച്ച്. നിങ്ങൾ ഈ സ്ത്രീക്ക് എന്ത് ശിക്ഷ നൽകൂ? എന്റെ കുടുംബത്തിന് വന്ന അപമാനങ്ങൾ എങ്ങനെ മാറ്റി തരൂ? നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കൂല. ഞാൻ നേരത്തെ നടന്ന കേസ് കൊടുക്കുന്ന പണിയില്ലല്ലോ എനിക്ക് സ്ത്രീ പറഞ്ഞ ഈ മാഡം പറഞ്ഞതിനോടാക്കി വെറുപ്പുള്ള അതിനാ കേസ് കൊടുക്കുന്നു. സിനിമാ മേഖലയിൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞു. നേരത്തെ ഒരു നടിക്കൊരു വിഷയം ഉണ്ടായപ്പോ എന്തൊക്കെ സംഭവിച്ച് ടക്ക് തീരുമാനം എടുത്ത് കഴിഞ്ഞു. അതും അമ്മ തന്നെയല്ലേ. അതിലെ കുറ്റാരോപിതൻ ആരാണോ ഉണ്ടോ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ നടന്നില്ലേ. ഇപ്പോഴും സംഭവിക്കുന്നത് അതന്നെ. ഒരു സംഘടന മൊത്തം കളിയാക്കി പറയാം. ആ സംഘടനയിലെ ഏരിയയുള്ളവരെ പറയാം. രാവിലെ സിനിമ ഷൂട്ടിങ്ങിന് ബാഗ് എടുത്ത് ഇറങ്ങുമ്പോൾ കൊള്ളസംഘത്തിലേക്ക് പോകണ മാതിരിയാവാം. ആടി കളിച്ച് സന്തോഷമായിട്ടൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ പറയില്ലേ രാത്രി ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്ത് മേശത്തൊടിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച് പായസം വിറ്റ്, അമ്മ പായസം വിറ്റിട്ടാണ് പോറ്റിയത്. ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ ഉള്ള ജീവിതങ്ങൾ ചിരിച്ച് കളിച്ച് ജോലിയാക്കി പറയില്ലേ? എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സങ്കടം. അത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് നിങ്ങൾ ജീവിച്ചിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട്
നിങ്ങളതൊരു സംവിധായകൻ ഏറ്റെടുക്കുമ്പോൾ ആ സംവിധായകന്റെ ഭാഗത്തുനിന്ന് ആരോ നിങ്ങളോട് നിങ്ങളെ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പകരം ഒരു സ്ത്രീ മതി ഒന്ന് ചിരിച്ചു കളിച്ചു പറയാം. ആ പകരം സ്ത്രീക്ക് നിങ്ങൾക്കും ഉള്ളതും നിങ്ങളെ ചാരിത്രവും നിങ്ങളെ ശരീരഭാഗങ്ങളൊക്കെ ആ സ്ത്രീക്ക് ഇല്ലേ? ഓർക്ക് മാന്യതൊന്നുമില്ലേ? ഏതാ നിങ്ങൾ ഉദ്ദേശിച്ച സ്ത്രീ? അത്തരം സ്ത്രീകളുമായിട്ട് ഈ കേസിന്റെ പിന്നാലെ എനിക്കെതിരിൽ നിങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്റെ കുടുംബത്തിന്റെ എന്റെ സ്വത്തിന്റെ പിന്നാലെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ അപ്പുറത്ത് ഞാൻ പോകും. 10,000-കണക്കിന് ആളുകൾ നേരിട്ട് വിളിച്ചിനോട് പറയുന്നത് കേസ് കൊടുത്ത് സഹായിക്കുക, സാമ്പത്തിക പ്രശ്നമൊന്നും പ്രശ്നമല്ല. എന്നിട്ട് ഞാൻ എന്റെ ഒരു സാധാരണ വക്കീലിനെ വെച്ചിട്ട് കൊടുത്ത് ഒരാൾ പറഞ്ഞ അപവാദത്തിനല്ലേ മറുപടി പറഞ്ഞത്. സുധീഷാണെങ്കിലും മറുപടി പറഞ്ഞോട്ടെ, കേസ് കൊടുത്തോട്ടെ, അതിന്റെ വിഷയമല്ല. ഇടവേള ബാബുച്ചേട്ടൻ മാണേ കൊടുത്തോട്ടെ, അതിന്റെ വിഷയമല്ല. മരിച്ചുപോയ ഹരികുമാറിനുണ്ട് ഒരു കുടുംബം. അയാളെ കുടുംബത്തിനോട് നിങ്ങൾ ചെയ്ത നീതിയോ? അയാളെ കുടുംബം മെനക്കെട്ടിട്ടില്ല. ഞാൻ നിങ്ങൾ ഒരു ന്യൂസ് വന്നപ്പോൾ ക്ഷമിച്ച് ഞാൻ എന്റെ കുടുംബം നിന്ന് പലരും എന്നോട് ചോദിച്ചു. പിന്നെയും വഷളാകുമ്പോ മറുപടി ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ, അതൊരു മാന്യമായ രീതിയിൽ കേസ് വന്നിട്ടില്ലെങ്കിൽ ഞാൻ കയ്യാങ്കളിക്കോ നിങ്ങളെ ഫോണിൽ വിളിച്ച് ചീത്ത പറയാനോ നിങ്ങളെടുത്ത് വന്ന് കച്ചറ ഉണ്ടാക്കാനോ നിങ്ങളെ മുന്നിൽ നിൽക്കാനോ ആഗ്രഹിക്കണില്ല. അത് എന്റെ കുടുംബത്തിന്റെ ചുറ്റുപാടിന്റെ സ്വഭാവമല്ല. മാന്യമായ രീതിയിൽ കേസ് കൊടുത്ത് അതിന് മറുപടി ഉണ്ടാവും. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇനി ഇത് നടന്നു കഴിഞ്ഞാൽ സാധാരണ നല്ലൊരു സ്ത്രീ എന്നുള്ളവർക്ക് എന്റെ ഉമ്മന്റെ അടുത്തോ വീട്ടിലോ വന്നിട്ട് നിങ്ങൾ കെഞ്ചിട്ടൊരു മാപ്പോ കാര്യം ചോദിക്കരുത്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ അധ്വാനിച്ചതും പറഞ്ഞതൊക്കെ വേസ്റ്റാവും. ഓർക്ക് സങ്കടം വരും. ഒരു സ്ത്രീകളാ മറ്റുള്ളവർ പ്രേരിപ്പിച്ചിട്ടാ സംഭവിച്ചു പോയതാ പറ്റിപ്പോയതാ. നിങ്ങൾ നാളെ പറയാതിരിക്കാൻ ഞങ്ങളോട് അഡ്വാൻസ് ആയിട്ട് പറയും. എന്റെ വീട്ടിലോ ഞാനുമായി ബന്ധപ്പെട്ടോടത്തോ നിങ്ങൾ പോയിട്ട് ഇതിനെ പറ്റിയിട്ട് മാറ്റി പറയുന്നത്. കാരണം ഈ ചാനലിന് ഈ സാധനം ഇല്ലാതായി. അതുകൊണ്ടാ അതൊന്നും നിൽക്കണം. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നത്. അപ്പൊ ആ ചാനലുകാരത് വിട്ട ശേഷം ഇത് നാട് മുഴുവൻ പറഞ്ഞ് ആഘോഷിക്കാം. നിങ്ങൾക്ക് ഓൺലൈൻകാരറിയോ? എന്റെ ഒപ്പന്റെ കവറ് കുഴിച്ചിട്ട് മയ്യത്ത് വെക്കുമ്പോ അതിലേക്ക് മൊബൈൽ വെച്ച് പിടിക്കാം. ഞാൻ അതുപോലും ഭാര്യ വലിച്ചെറാൻ നോക്കി തിരിച്ചാ പയ്യൻ കൊടുത്തു. ഓനോട് പോയി ഞാൻ പിറ്റേന്ന് വാപ്പ് പറഞ്ഞു. എന്റെ വീട്ടിലേക്ക് ഉപ്പന്റെ മയ്യത്ത് കയറ്റാൻ സമ്മതിച്ചില്ല. ജനം കൂടി വന്നിട്ട് ഒരുപാട് ആളുകൾ ആർട്ടിസ്റ്റുകളെ കാണാൻ വന്ന എന്റെ വീട്ടിലേക്ക് മയ്യത്ത് കയറാൻ ഞാൻ കച്ചറുണ്ടാക്കിയിട്ട് ആൾ കയറ്റിട്ട് അന്ന് എന്റെ വീട്ടിൽ ഇപ്പൊ എന്നോട് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോ ഹൈദരലി ഓൺലൈൻ ചാനലില് അയാളടക്കം പറഞ്ഞു, അന്ന് എന്റെ വീട്ടിൽ നിന്ന പത്രക്കാർക്ക് മുഴുവനും 1 ലിറ്റർ വെള്ളക്കുപ്പി കാർട്ടൂണാക്കി മുന്നിൽ വെച്ച് കട്ടൻ ചായ മരിച്ച അന്ന് രാത്രി കട്ടൻ ചായ കൊടുത്തുകൊണ്ടിരുന്നു. അതിലുള്ള പെണ്ണുങ്ങളോട് ഞാൻ ഇറങ്ങി പറഞ്ഞിട്ടുണ്ട്, ബാത്റൂമിൽ പോകണമെങ്കിൽ പോകട്ടോ, കിടക്കാൻ പുറത്തൊക്കെ കിടക്കുന്ന സൗകര്യം വീട്ടിന്റെ ഉള്ളിൽ സൗകര്യം കിട്ടും, ഓഫീസ് റൂമിൽ സൗകര്യം കിട്ടും. ഞാൻ പത്രത്തിലെ നിങ്ങളെ മാധ്യമങ്ങളിൽ ന്യൂസ് എയ്റ്റിംഗ് കേൾക്കാൻ പറയാം. നിങ്ങളെ മാധ്യമത്തിലുള്ള പത്രപ്രവർത്തകരോട് പെണ്ണുങ്ങളോട് ഞാൻ എന്റെ വീട്ടിൽ കയറി കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ കയറി മരിച്ച വീട്ടിലാണ് വീട്ടിൽ കയറി കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. രാത്രി 3 മണിക്ക് 4 മണിക്കൊക്കെ സിനിമാ നടന്മാര് വരുന്ന കാത്ത് വീഡിയോ എടുക്കാൻ കാത്തുന്നിട്ട് മൂത്രമൊഴിക്കാനും വെള്ളവും കാര്യം ചായയും കൊടുത്തിട്ട് സാധാരണ മരിച്ച വീട്ടിൽ കിട്ടല്ലോ. എന്നിട്ട് എന്റെ വീട്ടിന്റെ മോള് ഇതിൽ മുഴുവനും ബാൽക്കണിയിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് മയ്യത്ത് സുഖം ഞാൻ പറഞ്ഞു ഒന്ന് മാറിക്കണമെന്ന്. അത് ഒരു പ്രായമുള്ള ആരോ അമ്മോനാരോ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു. അതിനുള്ളിൽ കൂടി ബാൽക്കണി നിർത്തരുത് പിടിച്ച് അത് കാണിക്കണോ കാണിക്കാത്തൊക്കെ നിങ്ങളെ ക്വാളിറ്റി ആർക്കും കുറയ്ക്കും കൂട്ടൊക്കെ ചെയ്യാൻ. ഇന്ത്യ രാജ്യത്ത് പലജാതി ആളുകളായിരുന്നു, ക്വാളിറ്റി ഉള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ടല്ലോ. ഈ സാധനം ചെയ്തപ്പോ ഞാൻ ചാനലിനോട് കൂറ് കാണിച്ചിരുന്നു. ഞാനും കണ്ണമ്പറമ്പിൽ ഇപ്പന്റെ സംസ്കാരം കഴിഞ്ഞിട്ട് ഒരു പത്രക്കാരൻ ഇപ്പന്റെ അയാളുടെ ഫാദർ ഉപ്പന്റെ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് കുറെ കഥയൊക്കെ പറഞ്ഞ് വർത്തമാനം ഞാൻ തലകറിയപ്പോൾ സൈഡിലിരുന്ന. അപ്പൊ എന്നോട് ചോദിച്ചിട്ട് ഞാനൊരു ബൈറ്റ് എടുക്കണമെന്ന് വെച്ചു. ആന്ന് പറഞ്ഞു, കയ്യിലാന്ന് പറയാനുള്ള മടിയുണ്ടാ. ഞാനൊരു ബൈറ്റ് കൊടുത്തു സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങണം, അവരെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് എടുക്കുന്നത് ഇവര് കണ്ടിരിക്കുന്നത്. ഇവര് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ കുറച്ച് വീട്ടിലേക്ക് പോയി. ഓൺലൈൻ മാധ്യമക്കാർ മനസ്സിലാക്കണം, രാത്രി മമ്മൂട്ടി കരിമ്പടിട്ട് മതിൽ ചാടി വന്ന് യാസീൻ ഓതി പ്രാർത്ഥിച്ചു പോയി. മമ്മൂട്ടി എന്തിനാ യാസീൻ ഓതിയിട്ട് ഇതിനൊക്കെ വരുന്നത്? അന്ന് രഞ്ജി പണിക്കർ വീട്ടിൽ വന്നപ്പോ മമ്മൂക്കൊക്കെ ഫോൺ വന്നു. ഞാനും രഞ്ജി പണിക്കർ മാത്രം ഓഫീസ് റൂമിൽ ഇരിക്കുക. അപ്പൊ അവിടുന്ന് കേട്ട് ഹലോ എന്ന് പറഞ്ഞപ്പോ ആ ശബ്ദം ഉണ്ടല്ലോ, ഗാംഭീര്യം, നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട ഇങ്ങനെ നേരിട്ട് കേൾക്കുമ്പോൾ ഞാൻ എണീച്ചിട്ട് ഞാനൊരു സൈഡിലേക്ക് വന്നു. അപ്പൊ എനിക്ക് പറയാൻ പുതിയ കഥയൊന്നുമില്ല. വരാൻ പറ്റാത്തതിന്റെ കാരണം മമ്മൂക്കൊക്കെ പറയാനുണ്ടാവും. അപ്പൊ മമ്മൂക്ക എന്താണ് സുഗന്ധനല്ല കാര്യങ്ങളല്ലെന്ന് വെച്ചപ്പോ ഞാൻ എന്തെങ്കിലും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാ, ആ നിങ്ങൾ ഉമ്രക്ക് പോയതാന്ന് കേട്ടോ. അപ്പൊ ഓൺലൈൻ ചാനലുകാരി മമ്മൂട്ടിന് ഉമ്രക്ക് പറഞ്ഞിരിക്കുന്നു. മമ്മൂട്ടി പോയില്ല. അല്ലല്ല അതൊക്കെ ചുമ്മാ പറയാ, ഞാൻ ഉമ്മ മരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനില്ല, അതിന്റെ ഒരു വിഷമക്കാരി വീട്ടിൽ നിന്ന് പോയി. ഞാൻ വരുമ്പോ വരാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, എന്തുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അന്ന് രഞ്ജി പണിക്കർ സാറ് അന്ന് പറഞ്ഞ് 5-6 മണിക്കൂർ എറണാകുളത്തുനിന്ന് വന്ന് 6 മണിക്കൂർ തിരിച്ചു പോകണം. പിന്നെ ഭക്ഷണം, നൃത്തം, ബ്ലോക്ക് കാര്യങ്ങളൊക്കെ 10-20 മണിക്കൂർ ചെലവാക്കേണ്ട ബുദ്ധിമുട്ട് എനിക്കറിയണോണ്ടാ. എറണാകുളത്തുനിന്ന് ഫ്ലൈറ്റിന് കോഴിക്കോട്ടേക്ക് വരണ്ടല്ലോ, ഇവർക്കൊന്നും വരാൻ കഴിയില്ല.
എല്ലാവരും വന്ന് സിനിമാടന്മാരൊക്കെ വന്ന് സന്തോഷമായി. അന്ന് എന്റെ വാപ്പ മരിച്ച സങ്കടം മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ വേറെ ആർട്ടിസ്റ്റോ ആര് വന്നാലും ആ സന്തോഷം ഇതിനില്ലാതാക്കൂല. അന്നത്തെ സംഭവം. അമ്മന്റെ കാര്യം പറഞ്ഞ് അമ്മനെ വളരെ മോശമാക്കി പറയാ. അമ്മനെ മാമ എന്ന് പേരിടുന്നു. അമ്മ ഇത്ര മോശക്കാരെയാണ് മക്കൾ നോക്കണ്. അമ്മനെ അങ്ങോട്ട് അടിച്ച് കലക്കില്ലാതാക്കുക. നിങ്ങൾ പല സിനിമകളും കണ്ടിട്ട് ഈ ലാലേട്ടനും മമ്മൂക്കൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ മനസ്സിൽ കയറി തുളഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ നിങ്ങൾ തന്നെ പറയാ മൊത്തം ആൾക്കാർ മോശക്കാരാണ്. അപ്പൊ ആ പാവ ലാലേട്ട സത്യം അയാൾക്ക് ശരിക്കും നാണുള്ള മനുഷ്യനാണ്. അയാൾ വേഗം അങ്ങോട്ട് രാജിച്ചു. അയാൾ രാജിച്ചപ്പോ കൂടെ ഉള്ളവർക്ക് വിഷമായി. ഊരും അങ്ങോട്ട് രാജിച്ചു. അങ്ങനെ അമ്മന്റെ ഒരു കമ്മിറ്റിയൊക്കെ പോയി കിട്ടി. അമ്മ പറ്റ നാളെ കിട്ടി. ഒരു തള്ളക്ക് 10 മക്കളുണ്ടെങ്കിൽ ഒരു അമ്മക്ക് 10 മക്കളുടെ 10 മക്കൾക്ക് 10 സ്വഭാവമായിരിക്കും. ആ കുടുംബത്തിനെ അധിക്ഷേപിച്ച് പറഞ്ഞ് എല്ലാരും കിടന്നോടുത്ത ആൾക്കാരെ പോലെയായി. എല്ലാ നീചമായ വർത്തമാനങ്ങളും പറഞ്ഞ് നശിപ്പിച്ച് നമ്മളെ മനസ്സിലൊക്കെ ഇഷ്ടങ്ങളൊക്കെ ഇല്ലാതാക്കി. അറിയാത്തവനെ അറിയിച്ച് ഒക്കെ അറിയിച്ച്. നിങ്ങൾക്ക് അമ്മ എന്താണെന്നു, അമ്മന്റെ ചാരിറ്റി എന്താണെന്നു, അമ്മയെന്ന് എന്റെ കുടുംബത്തിന് എന്തൊക്കെ ഗുണം കിട്ടിയെന്നു ഞാനൊന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒന്നും കൂടി കേട്ടിരിക്കണം. ഒരു 1.5 മണിക്കൂർ രസം വന്നു കുറിച്ചാണ്.